നമ്മ എന്താണ് ഇവിടെ അവസ്ഥ? തെരുവുനായ ശല്യം രൂക്ഷമാണോ? ഒരേ നിങ്ങൾ കണ്ടോ തെരുവ് നായ്ക്കളാ? അപ്പുറത്ത് കണ്ടോ നിങ്ങൾ? വീഡിയോ എടുത്തോ നിങ്ങൾ? എടുത്തെങ്കിൽ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ അനുഭവം. അറിയാം, ഞങ്ങൾ ഈ ചാക്കിൻ്റെ പുറത്ത് നിരന്ന് കിടക്കുക, എന്നിട്ട് ഒരെണ്ണം പുറത്തുനിന്നൊരു പട്ടി വരും. ഈ രണ്ട് കരയും കൂടി തങ്ങളിലുള്ള യുദ്ധമാണ് ഇവർ നടത്തുന്നത്. ഇത് നമ്മൾ നോക്കി നിന്നാൽ കാണാനും രസമാണ്. അങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് രണ്ട് ഭാഗത്തും കൂടി അടിയിടി നടന്നിട്ട് ഇവരങ്ങ് ഈ വന്ന പട്ടിയെ ഓടിച്ചിട്ട് ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്നത് പതിവാണോ? അതോ പതിവാ എന്നും കടിയാ. ഇപ്പൊ സർക്കാർ 5000 രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കടിക്കാൻ ആളുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു പരിഹാരം ഉണ്ടാകത്തില്ലേ? പേടിക്കാതെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റുമോ? അല്ല, പേടിയോടുകൂടി വടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നായകളെ ഓടിക്കാൻ വടിയും കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കുഞ്ഞുങ്ങളെ പുറത്തിറക്കത്തില്ല. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴത്തേന് ഞങ്ങൾ വടിയുമായിട്ട് ചെന്നാ കുഞ്ഞുങ്ങളെയും കൊണ്ട്, വണ്ടി വന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്തോട്ട് പോകുന്നത്. സൈക്കിളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ മറിച്ചിടുക, പട്ടി ഓടി കുരച്ച്. വണ്ടി പോകാനൊക്കുന്നില്ല, ജോലിക്ക് പോകാനൊക്കുന്നില്ല ആണുങ്ങൾക്ക്. പിന്നെ മീനും വണ്ടിയുമായിട്ട് വന്നാൽ അവരെ മറിച്ചിടുക, യാത്രക്കാരെയൊക്കെ മറിച്ചിടുക. ഇവിടെ നായശല്യം മാത്രമല്ല, ഇവിടെ വല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുനാമി ഉണ്ടായി ഇത്രയും വർഷമായി. ഈ സ്ഥലം നോക്കിക്കേ, നിങ്ങളും നോക്കിക്കേ, വല്ലതും ചെയ്തിട്ടുണ്ടോ? കടൽ ഓങ്ങിയാൽ ഈ കടൽ അതിന് കണക്ഷൻ. കടലും പട്ടിയും ഞങ്ങളുമായിട്ട് ഭയങ്കര ദുരിതത്തിൽ. ഈ പഞ്ചായത്തിൽ ഇതുവരെ ഈ തീരദേശത്ത് ഈ വല്ല വെട്ടമെങ്കിലും ഒന്ന് ഇട്ട് തരണ്ടേ, ഇരുട്ടത്ത് ഇവിടെ ഞങ്ങൾ നടന്നു പോകാൻ. അതിന് പോലും ഒന്നും ചെയ്യത്തില്ല. പരാതിയൊക്കെ ഒരുപാട് പേർക്കേ പറയാനിട്ടുണ്ട്. പരാതിയൊന്നും അവരൊന്നും പരിഹരിക്കുന്നില്ല. ഇതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ 2-3 ദിവസം കാണിച്ച് വരുമ്പോൾ വീണ്ടും ഇതിങ്ങനെ അടുത്ത പട്ടിയെ കൊണ്ട് ഞങ്ങൾക്ക് പൊറഞ്ഞു വിട്ടു. പിള്ളേരെ പോലും പള്ളിക്കൂടത്തിൽ വിടാനൊക്കെ തുള്ളുന്ന സത്യം തന്നെ. എന്താ പറയുന്നത്, നമ്മൾ വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ന് പറയുന്ന പട്ടിയെ ഈ വടിയോട്ട് എന്ന കുഞ്ഞുങ്ങളെ തടുത്ത് നിർത്തി കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. നമ്മ കയ്യിൽ കമ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി വടിയും കൊണ്ടാണ് നടക്കുന്നത് ഞങ്ങൾ. അല്ല പിന്നെ കണ്ണങ്ങൊന്നുമില്ല, എവിടെയെങ്കിലും തട്ടി വീണ് ഞങ്ങൾ ചത്തുപോലെ എന്ത് ചെയ്യും? അത് കാരണം പട്ടിയെ പേടിച്ച് വടിയും കൊണ്ടാണ് വരുന്നത്. കുഞ്ഞുങ്ങളെ ആക്കാനൊക്കെ സ്കൂളിലോട്ട് വണ്ടിക്ക് അത്ര ശല്യം. ഇറങ്ങാനൊക്കെ രാത്രി ഒന്നും ഇറങ്ങത്തില്ല. പാത്രം വെച്ച് വേണം അകത്ത് എടുക്കേണ്ടത്. അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ ഇരിക്കുക ഞങ്ങൾ. പകലും ബുദ്ധിമുട്ടാണ്. പകലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പോകാനൊന്നും നോക്കത്തില്ല. നമ്മളൊരു കിറ്റില്ലേ, കിറ്റ് പിടിച്ചോണ്ട് ഇങ്ങനെ പോകാനൊന്നും നോക്കത്തില്ല. ഓടി വന്നാൽ കിറ്റൊന്ന് കത്തിക്കൊണ്ടങ്ങ് പോകും. കിറ്റ് കൊടുത്തില്ല നമ്മളെ കൊല്ലുക. അതാ അതിനകത്ത് പറയാൻ ഇറങ്ങി. ഇപ്പം നിങ്ങളെയൊക്കെ കണ്ടോണ്ടാ വന്നത്, അല്ലെങ്കിൽ വടി കയ്യിലിരുന്ന് ജീവിതം തീർന്നു. അതുകൊണ്ടാണ് എങ്ങനെയും ഈ പട്ടിയൊന്ന് ഒഴിവാക്കി തരണം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ. ഞങ്ങൾക്ക് വെളിയിലങ്ങ് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. സന്ധ്യയ്ക്ക് പോലും നടക്കാൻ പറ്റത്തില്ല. വെളിയിൽ ഇറങ്ങാൻ പേടിയാണ്. ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ സഹിതം മടിയുമായിട്ടാണ് കടകളിലൊക്കെ പോകാറ്. പട്ടിശല്യം ഭയങ്കര രൂക്ഷ. ഞങ്ങൾ പരാതി പറഞ്ഞു കുഴഞ്ഞു. മെമ്പറോടും എല്ലാവരോടും പരാതിപ്പെട്ടു. ഇത് നടപടി ഇതുവരെ ആയില്ല. ഇതിനു മുമ്പ് കുറേ പട്ടികളെ വന്ന് പിടിച്ചുകൊണ്ട് വന്ധീകരണം ചെയ്ത്, എന്നിട്ടും പട്ടിശല്യം രൂക്ഷമാണ്. സുനാമിക്ക് ശേഷം ഒരു കൊച്ചിടട്ടി പാലം ഉണ്ടായി. ആ പാലം വന്നതിന് ശേഷം കിഴക്കേക്കരയുള്ള പട്ടികളെല്ലാം ചാക്കിൽ കയറ്റി കടപ്പുറത്ത് കൊണ്ടിടുന്ന ഒരു ശീലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇപ്പോഴും. അതുപോലെ വളർത്തു പട്ടികൾ, ഈ പട്ടികളെ വളർത്തി അവരുടെ ഒരു പ്രായമായി കഴിയുമ്പോൾ ഈ പട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ തടതള്ളു. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഈ പട്ടി കൂടിയത്. ഭയങ്കര ശല്യമാണ്. അതെ, വളരെ ശല്യമാണ്. നമുക്ക് കുഞ്ഞുങ്ങളെപ്പോലും പുറത്തോട്ട് വിടാൻ നല്ല പേടിയാണ്. നമുക്ക് തന്നെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരുപാട് വരികയുണ്ട്. കൂടുതൽ ഈ പുറത്തുനിന്ന് വരുന്ന ഒരു ഫുഡ് വേസ്റ്റൊക്കെ ധാരാളം ഇവിടെ ഇടുന്നുണ്ട്. കടവാതിൽക്ക് നിന്ന് കഴിക്കുക, അവർക്ക് ഇട്ടിട്ട് പോകാം. നമ്മളാണ് പിന്നെ അതിൻ്റെ ടൂറിസ്റ്റുകൾ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഈ പാലം, ലൈറ്റ് ഹൗസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും കൂടിയിട്ടുള്ളത്. വേസ്റ്റ് ഒരുപാട് ധാരാളം അവർ ഇടുന്നുണ്ട്. അതും ബുദ്ധിമുട്ടാണ്. നമുക്കത് വളരെ ശല്യമാണ്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം. കാരണം ഒരുപാട് ഒന്നിച്ചാണ് വരാറ്, അല്ലാതെ ഒറ്റയ്ക്കല്ല. നമ്മൾ തന്നെ ഇറങ്ങിയാൽ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ.